നമസ്കാരം. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. ഏത് കുതിരക്കച്ചവടം നടത്തിയും അധികാരം പിടിക്കാമെന്ന ചിന്തയുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. ഇതിനുവേണ്ടി BJP നടത്തുന്ന കളികൾ ചില്ലറയുമൊന്നുമല്ല. സമൂഹ മാധ്യമങ്ങളിൽ കൊടും വിഷം തുപ്പിയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വർഗീയതയിലൂടെ അധികാരം പിടിക്കാമെന്ന BJPയുടെ മനസ്സിലിരിപ്പിന് ചെറിയൊരു അടി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. ജാർഖണ്ഡിൽ BJPക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കാണിച്ചാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തി മോർച്ച എന്നീ പാർട്ടികൾ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ BJP വിശദീകരണം നൽകണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുമാണ് ജാർഖണ്ഡിൽ വിദ്വേഷ പ്രചാരണം നടത്തിയത്. JMM നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാർ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാർക്ക് ജാർഖണ്ഡിലെ മദ്രസകളിൽ അഭയം നൽകുന്നു എന്നാണ് JP നദ്ദ ആരോപിച്ചത്. നുഴഞ്ഞുകയറ്റക്കാർക്ക് സഖ്യ സർക്കാർ ആധാർ, ഗ്യാസ് കണക്ഷൻ, റേഷൻ കാർഡ്, ഭൂമി അടക്കം ഉറപ്പു നൽകുന്നുവെന്നും നദ്ദ പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ആദിവാസികൾ ന്യൂനപക്ഷമായി മാറി എന്നാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞത്. സന്താലിൽ ആദിവാസി ജനസംഖ്യ 44% നിന്ന് 28% കുറഞ്ഞു എന്നും ചൗഹാൻ വാദിച്ചിരുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ വർഗീയതയും കള്ളപ്രചാരണങ്ങളുമാണ് BJP ജാർഖണ്ഡിൽ നടത്തുന്നത്. BJP നേതാക്കളുടെ ഈ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു. നേതാക്കൾ സംസാരിക്കുന്നതിന്റെ വീഡിയോ BJP തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ജാർഖണ്ഡിന്റെ മുഖച്ഛായ മാറ്റും എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് BJP വിദ്വേഷപരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സംസ്ഥാനത്തെ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുക എന്നത്. ജാർഖണ്ഡിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്നാണ് നടക്കുന്നത്. വോട്ടെണ്ണൽ 23-ാം തീയതിയും നടക്കും. 81 അംഗ നിയമസഭയിലേക്കാണ് ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 43 മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.